ചങ്ങായിമാരെ, ഞങ്ങൾ തിരൂർക്കാർ ഏറെ കാത്തിരിക്കുന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. തിരൂർ ഒരു വലിയ തിയേറ്റർ, നമ്മളെ ഗയാം തിയേറ്റർ കൂട്ടിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അതിൻ്റെ റെനോവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇതിലൂടെ പോയപ്പോൾ അത് കാണാൻ ചുറ്റി ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും വലിയ തിരക്ക് പിടിച്ച ജോലി തന്നെയാണ്. ഡിസംബർ 5 പുഷ്പ റിലീസാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എല്ലാ പണികളും തീർത്ത് ഡിസംബർ 5 പുഷ്പ റിലീസ് ചെയ്യാനുള്ള ഒരു ധൃതി പിടിച്ച പണി തന്നെയാണ് അവരിപ്പോൾ. ഞാൻ അതിൻ്റെ മുന്നിൽ കൂടി പോയപ്പോൾ എനിക്കൊരു വലിയൊരു സന്തോഷം. കാരണം ഈ ഒരു തിയേറ്റർ 2 സ്ക്രീൻ ആക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ മാജിക് ഫ്രെയിം വളരെ ഭംഗിയായിട്ട് തന്നെ ആ വലിയ നമ്മളെ രാഗം, അതേപോലെ ഏത് പോലത്തെ തിയേറ്ററുകൾ കേരള സിനിമാസമൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ അതുപോലത്തെ ഒരു വലിയൊരു ചരിത്രമാണ് നമ്മളെ തിരൂരുണ്ടാകാൻ പോകുന്നത്. കാരണം നമ്മളിവിടെ ഒരുപാട് ആഘോഷിച്ചാണ് സിനിമകൾ. ഞാനൊക്കെ അലിബായ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഇത് തോന്നേണ്ട കാര്യമില്ല. കാരണം ഞാൻ ആ ഏജിലാണ്, ആ ഒരു സമയത്താണ് ഒറ്റയ്ക്കൊക്കെ സിനിമയ്ക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോൾ അന്നൊക്കെ വലിയ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ 1000-ത്തിനടുത്ത് സീറ്റുള്ള ഒരു തിയേറ്ററാണ്. അപ്പോൾ ജനങ്ങൾ 1000 ആൾക്കാർ തിയേറ്ററിനകത്തും അതിനേക്കാൾ ഡബിൾ ആൾക്കാർ പുറത്തും കാത്തിരുന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ ഒരു കാലത്തിലേക്ക് വീണ്ടും എത്തും എന്നാണ് തോന്നുന്നത്. ഓൺലൈനൊക്കെ വന്നതുകൊണ്ടുകൂടി ആ ഒരു ഇതൊക്കെ പോയി. എന്നാലും തിയേറ്ററിൽ ആയിരക്കണക്കിന് ജനങ്ങൾ. ഇനിയും റിനോവേഷൻ ചെയ്തതോടുകൂടി 250 സീറ്റ് എന്തായാലും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാലും ഈ തിയേറ്റർ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടു.